രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 7 ഘട്ടങ്ങളിലായി നടത്തും. ഏപ്രിൽ 23-ന് കേരളത്തിൽ വോട്ടെടുപ്പ്. ഫലപ്രഖ്യാപനം മെയ് 23-ന്. LDF ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷന് ജില്ലയിൽ തിങ്കളാഴ്ച തുടക്കമാകും. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് രമേശ് ചെന്നിത്തല. 5-അംഗ അന്തർ സംസ്ഥാന ലോറി മോഷണ സംഘം ഉല്ലൂരിൽ പിടിയിൽ. അറസ്റ്റിലായത് കുപ്രസിദ്ധ വാഹന മോഷ്ടാവ് അബ്ദുൾ സലാമും സംഘവും. വളർത്തുമൃഗങ്ങളെ മോഷ്ടിച്ച് വിൽപ്പന നടത്തുന്നയാളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മാള പഞ്ചായത്തിലെ പാടശേഖരങ്ങളിൽ കതിരിട്ട നെൽച്ചെടികൾ കരിഞ്ഞു തുടങ്ങി. ജലസേചന പദ്ധതികൾ വഴി വെള്ളം ലഭിക്കാത്തതാണ് കർഷകരെ കണ്ണീരിലാഴ്ത്തിയത്. വാഴപ്പിണ്ടി സമരം നടത്തിയത് സാംസ്കാരിക നിരക്ഷരായിരുന്നുവെന്ന് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ. മൗനം കൊണ്ടുള്ള മഹാപ്രതിഷേധങ്ങളാണ് എഴുത്തുകാർ നടത്തുന്നതെന്നും വൈശാഖൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് 7 ഘട്ടങ്ങളിലായി നടത്തും. ഏപ്രിൽ 11-ന് ആദ്യഘട്ടം, ഏപ്രിൽ 18-ന് രണ്ടാം ഘട്ടവും, ഏപ്രിൽ 23-ന് മൂന്നാം ഘട്ടവും, ഏപ്രിൽ 29-ന് നാലാം ഘട്ടവും, മെയ് 6-ന് അഞ്ചാം ഘട്ടവും, മെയ് 12-ന് ആറാം ഘട്ടവും, മെയ് 19-ന് ഏഴാം ഘട്ട വോട്ടെടുപ്പും നടക്കും. ഫലപ്രഖ്യാപനം മെയ് 23-ന് നടക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ രാജ്യത്ത് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. രാജ്യത്താകെ 90 കോടി വോട്ടർമാരാണ് ഉള്ളത്. ഇതിൽ 8.4 കോടി പുതിയ വോട്ടർമാരാണ്. തെരഞ്ഞെടുപ്പിന് വോട്ട് രേഖപ്പെടുത്താൻ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാണെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ അറിയിച്ചു. ഉച്ചഭാഷണിക്ക് കമ്മീഷൻ വിലക്കേർപ്പെടുത്തി. വോട്ടിംഗ് യന്ത്രങ്ങളുടെ സുരക്ഷയ്ക്ക് പ്രത്യേകം സംവിധാനം ഏർപ്പെടുത്തും. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം മാർച്ച് 28-ന് നിലവിൽ വരും. ഏപ്രിൽ 4 വരെ സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. ഏപ്രിൽ 5-ന് സൂക്ഷ്മ പരിശോധന നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 8-ആണ്. 17-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഏപ്രിൽ 23-ന് നടക്കും. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മൂന്നാം ഘട്ടത്തിലാണ് കേരളത്തിലെ 20 മണ്ഡലങ്ങളിലേക്ക് വോട്ടെടുപ്പ് നടക്കുക. തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഒറ്റഘട്ടമായി നടത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി 43 ദിവസമാണ് ബാക്കിയുള്ളത്. ഫലപ്രഖ്യാപനത്തിനായി 1 മാസം കേരളം കാത്തിരിക്കേണ്ടി വരും. മെയ് 23-നാണ് ഫലപ്രഖ്യാപനം നടക്കുക. വിജ്ഞാപനമായതോടെ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുകയാണ്. പ്രമുഖ കക്ഷികളെല്ലാം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമാണ്. പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ ജില്ലാ നേതാക്കൾ TCVയോട് പ്രതികരിക്കുന്നു. LDF സജീവമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നല്ല നിലയിൽ മുന്നോട്ട് പോകും എന്ന് മാത്രമല്ല, ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ 3 മണ്ഡലത്തിലും ജില്ലയെ സംബന്ധിച്ച് പറയുന്നു നല്ല നിലയിൽ തന്നെ LDF വിജയിച്ചു വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. യാതൊരു സംശയവുമില്ല, LDF സ്ഥാനാർത്ഥികൾ വിജയിക്കും. അത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഒന്നുകൂടി മെച്ചപ്പെട്ട വിജയം ഈ 3 മണ്ഡലങ്ങളിലും LDFന് കൈവരിക്കാനാകും എന്നാണ് കണക്കാക്കുന്നത്. ആ നിലയിൽ അനുകൂല രാഷ്ട്രീയ സാഹചര്യമാണ് രാജ്യത്താകെയുള്ളത്, കേരളത്തിൽ പ്രത്യേകിച്ചുമുള്ളത്. ആരൊക്കെ എന്തൊക്കെ അവകാശവാദങ്ങൾ മുന്നോട്ട് വെച്ചാലും LDFും UDFും തമ്മിലാണ് മത്സരം വരാൻ പോകുന്നത്. ഇവിടെ UDF പരാജയപ്പെടുന്നു. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന തിരുവനന്തപുരം, പത്തനംതിട്ട എന്ന നിയോജക മണ്ഡലങ്ങളുടെ ഇടയിലേക്ക് തൃശ്ശൂർ പാർലമെൻറ്റ് സീറ്റും എത്തിയിട്ടുള്ളത് ഞങ്ങളെ ഏറെ സന്തോഷിപ്പിക്കുന്നു. സംഘടനാ തലത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പാർട്ടി നടത്തിയിട്ടുള്ള മുന്നേറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തൃശ്ശൂർ പാർലമെൻറ്റ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വിജയിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ തവണ ഭാരതീയ ജനതാ പാർട്ടി രംഗത്തിറക്കുക. തൃശ്ശൂർ പാർലമെൻറ്റ് സീറ്റ് പിടിക്കാൻ ജയിക്കാൻ കഴിവുള്ള സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കും. നല്ലതുപോലെ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും പ്രചാരണ പ്രവർത്തനം ആരംഭിച്ചു. ഇനി അതിൻ്റെ സംഘടനാ സംവിധാനം, തെരഞ്ഞെടുപ്പിൻ്റെ സംഘടനാ സംവിധാനം ഒരുക്കുന്ന പ്രവർത്തനമാണ്. 11-ാം തീയതി 4 മണിക്ക് തൃശ്ശൂർ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവെൻഷൻ തൃശ്ശൂർ ടൗൺ ഹാളിൽ നടക്കുകയാണ്. 13, 14, 15 തീയതികളിലായിട്ട് 6 മണ്ഡലങ്ങളിലും കൺവെൻഷൻ നടക്കും. 20-ാം തീയതിക്കുള്ളിൽ ബൂത്ത് തലം വരെയുള്ള സംഘടനാ സംവിധാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലവിൽ വരും. വളരെ നേരത്തെ തന്നെ ഇലക്ഷൻ പ്രവർത്തനത്തിലേക്ക് വോട്ടർമാരുടെ ഇടയിലേക്ക് കടന്നു വരാൻ സ്ഥാനാർത്ഥിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർക്കും ഇതിനകം കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഉണ്ടായതിനേക്കാൾ വളരെ വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ LDF നേരിടുകയാണ്.
LDF ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷന് ജില്ലയിൽ തിങ്കളാഴ്ച തുടക്കം കുറിക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ജില്ലയിലെ ആദ്യ LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തൃശൂരിൽ നടക്കും. തൃശൂരിൽ CPI സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസിന്റെ പ്രചരണാർത്ഥമാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടക്കുന്ന കൺവെൻഷൻ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. LDF നേതാക്കൾ കൺവെൻഷനിൽ പങ്കെടുക്കും. ആലത്തൂർ, ചാലക്കുടി മണ്ഡലം കൺവെൻഷൻ ചൊവ്വാഴ്ച നടക്കും. ആലത്തൂരിൽ നടക്കുന്ന കൺവെൻഷൻ മുഖ്യമന്ത്രി പിണറായി വിജയനും ചാലക്കുടിയിൽ നടക്കുന്ന കൺവെൻഷൻ ജലസേചന വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടിയും ഉദ്ഘാടനം ചെയ്യും. ഇടതുപക്ഷ മുന്നണിയുടെ കൊലപാതക രാഷ്ട്രീയത്തിനും BJPയുടെ വർഗീയ രാഷ്ട്രീയത്തിനുമെതിരെ RMP ഉൾപ്പെടെയുള്ള എല്ലാ മതേതര കക്ഷികളെയും യോജിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വടകരയിൽ P. ജയരാജനെതിരെ മത്സരിക്കുന്ന KK രമയെ പിന്തുണയ്ക്കുന്ന കാര്യം ആലോചിച്ചിട്ടില്ലെന്നും ഇക്കാര്യങ്ങളെല്ലാം ഡൽഹിയിൽ KPCC പ്രസിഡന്റ് ഉമ്മൻചാണ്ടി തുടങ്ങിയ മുതിർന്ന നേതാക്കളുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. ഞങ്ങളുടെ ലക്ഷ്യം ഇടതുപക്ഷ മുന്നണിയുടെ തെറ്റായ നയങ്ങൾക്കെതിരായി, കൊലപാതക രാഷ്ട്രീയത്തിനെതിരായി, ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി, BJPയുടെ വർഗീയ രാഷ്ട്രീയത്തിനെതിരായി എല്ലാ മതേതര കക്ഷികളെയും യോജിപ്പിക്കാനുള്ളതാണ് കോൺഗ്രസിന്റെയും UDFന്റെയും സമീപനം. UDF സ്ഥാനാർത്ഥി ലിസ്റ്റ് പൂർണ്ണമായും വരുമ്പോൾ തന്നെ UDF വൻ വിജയം നേടുമെന്ന് ജനങ്ങൾക്ക് ബോധ്യമാകുമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ഇനിയൊരു ഇടവേള. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്. വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര. കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. 5-അംഗ അന്തർ സംസ്ഥാന വാഹന മോഷണ സംഘത്തെ ജില്ലാ ക്രൈംബ്രാഞ്ചും ഒല്ലൂർ പോലീസും ചേർന്ന് പിടികൂടി. കുപ്രസിദ്ധ വാഹനമോഷ്ടാവ് കോഴിക്കോട് സ്വദേശി കക്കാട്ടുപറമ്പിൽ അബ്ദുൽ സലാം, കൂട്ടാളികളായ പെരുമണ്ണ സ്വദേശികളായ ഷംസുദ്ദീൻ, സമീർ, മോഷ്ടിച്ച വാഹനം വിൽക്കാൻ സഹായിച്ച തമിഴ്നാട് സ്വദേശികളായ അരുൾദാസ്, വേൽമുരുകൻ എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ജനുവരിയിൽ മരത്താക്കര സ്വദേശി ചേർപ്പൂക്കാരൻ ആന്റണിയുടെ ലോറി മോഷ്ടിച്ച കേസിലാണ് പ്രതികൾ പിടിയിലായത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയ അബ്ദുൽ സലാം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായി 10ഓളം വാഹനങ്ങൾ മോഷ്ടിച്ചതായും അന്വേഷണ സംഘം കണ്ടെത്തി. പ്രതികൾ 50ഓളം വാഹനങ്ങൾ മോഷ്ടിക്കാൻ പദ്ധതിയിട്ടിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തി. സംസ്ഥാനത്തു നിന്നും മോഷ്ടിക്കുന്ന വാഹനങ്ങൾ രജിസ്ട്രേഷൻ നമ്പറുകൾ മാറ്റി തമിഴ്നാട് രജിസ്ട്രേഷനാക്കി മാറ്റിയതിനു ശേഷം ദിണ്ടുഗലിലെത്തിച്ചാണ് വിൽപ്പന നടത്തിയിരുന്നത്. 1.5 ലക്ഷം രൂപയ്ക്കാണ് വാഹനങ്ങൾ വിറ്റിരുന്നതെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞു. SI-മാരായ S. സിനോഷ്, TR ഗ്ലാഡ്സൺ, ASI-മാരായ NG സുബ്രതകുമാർ, PM റാഫി, ക്രൈംബ്രാഞ്ച് സ്ക്വാഡ് അംഗങ്ങൾ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. TCV ന്യൂസ്, ചേർപ്പ്. ജമുനാപ്യാരി ആടുകളടക്കം വിലപിടിപ്പുള്ള വളർത്തുമൃഗങ്ങളെ മോഷ്ടിക്കുന്നയാളെ അന്തിക്കാട് SI സംഗീത് പുനത്തിൽ അറസ്റ്റ് ചെയ്തു. ഒളരി, പുലഴി, ഐക്കാട്ട് കോളനിയിൽ ഉമ്മാപ്പള്ളി വീട്ടിൽ ഉമേഷാണ് അറസ്റ്റിലായത്. വളർത്തുമൃഗങ്ങൾ നഷ്ടപ്പെട്ടവർ പോലീസിന് നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവയെ കണ്ടെത്താനായത്. ഇത്തരം വളർത്തുമൃഗങ്ങളെ വിൽപ്പന നടത്തിയ ശേഷം അതേ വീട്ടിൽ നിന്നും മോഷ്ടിച്ച് മറ്റുള്ളവർക്ക് വിൽക്കുകയാണ് ഉമേഷിന്റെ രീതി. ഇയാളുടെ വീട്ടിൽ നിന്നും ധാരാളം അങ്കക്കോഴികളെയും പ്രാവുകളെയും കണ്ടെത്തി. മുറ്റിച്ചൂർ, ആറാംകല്ല്, ലാലൂർ, അരണാട്ടുകര എന്നിവിടങ്ങളിൽ നിന്ന് പ്രതി വളർത്തുമൃഗങ്ങളെ മോഷ്ടിച്ചതായി തെളിഞ്ഞു. അന്തിക്കാട് SI സംഗീത് പുനത്തലിന്റെ നേതൃത്വത്തിൽ ASI റജിക്കുട്ടി, മാധവൻ, ഫൈസൽ എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കൂടിയ വർഗത്തിൽപ്പെട്ട ജമുനാപ്യാരി വിഭാഗത്തിൽപ്പെട്ടതും ബീറ്റൽ വർഗത്തിൽപ്പെട്ടതുമുള്ള ആടുകളെ മോഷ്ടിക്കുകയും അവ മറച്ചു വിൽക്കുകയും ചെയ്യുന്ന പ്രവണതയാണ് നമ്മൾ കണ്ടുവരുന്നത്, മനസ്സിലായിട്ടുള്ളത്. അതേപോലെ തന്നെ ജർമ്മൻ ഷെപ്പേർഡ് എന്നുള്ള അതേപോലുള്ള വില കൂടിയ നായവർഗത്തിൽപ്പെട്ടവരും അതിനെയും മോഷ്ടിച്ചിട്ട് മറച്ചു വിൽക്കാൻ വേണ്ടിയുള്ള ഒരു മോഷണശ്രമമാണ് ഇദ്ദേഹം നടത്തി വരുന്നത്.
അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ വിശന്നു കരഞ്ഞ ആടുകളെയും നായയെയും സമാധാനിപ്പിക്കാൻ SI അടക്കമുള്ള പോലീസുകാർ നെട്ടോട്ടം. കാക്കിയിട്ടാലും ഭക്ഷണം തന്ന് സംരക്ഷിക്കുന്ന പോലീസിനോട് ഇണങ്ങി ജംന പ്യാരിയും കൂട്ടരും. വളർത്തുമൃഗങ്ങളെ മോഷ്ടിച്ച കേസിൽ പിടിയിലായ ഒളരി പുല്ലഴി ഉമ്മാപ്പള്ളി വീട്ടിൽ ഉമേഷിന്റെ കയ്യിൽ നിന്നും പിടികൂടിയ ജംന പ്യാരി അടക്കമുള്ള വളർത്തുമൃഗങ്ങൾക്കാണ് ഒരു ദിവസം പോലീസിന്റെ സൗഹാർദ്ദത്തിൽ കഴിയാൻ യോഗമുണ്ടായത്. വിശപ്പിന്റെ വിളി വന്ന മൃഗങ്ങളുടെ രോദനം പോലീസുകാർക്കും വേദനയായി. പോലീസുകാർ ഓരോരുത്തരായി ആടിനെ പല സ്ഥലങ്ങളിൽ മാറ്റിക്കെട്ടി തീറ്റ എത്തിച്ചുകൊടുത്തു. 7-ാം തീയതി പുലർച്ചെ 1 മണിക്കാണ് ഉമേഷ് മുറ്റിച്ചൂരിൽ നിന്ന് മുഹമ്മദ് ഹനീഫയുടെ ബീറ്റൽ ഇനത്തിൽപ്പെട്ട ആടിനെ മോഷ്ടിക്കുന്നത്. തുടർന്ന് കാൽനടയായി 8 കിലോമീറ്ററോളം സഞ്ചരിച്ച് കാഞ്ഞാണി പെരുമ്പുഴ പാടത്തുള്ള 6-ാം കല്ലിനോട് ചേർന്ന കരിക്ക് വിൽപ്പനശാലയ്ക്ക് സമീപം ആടിനെ കെട്ടിയിട്ടു. ഇതിനുശേഷം 300 മീറ്റർ അപ്പുറത്തുള്ള എറവ് 6-ാം കല്ല് കുന്നൻ പൗലൂസിന്റെ വീടിന്റെ മതിൽ ചാടിക്കടന്ന് അവിടെയുള്ള ജംന പ്യാരിയെയും മോഷ്ടിച്ചു കൊണ്ടുവന്ന് കരിക്ക് വിൽപ്പനശാലയ്ക്ക് സമീപം കെട്ടിയിട്ടു. പിന്നീട് ആ വഴി വന്ന ബൈക്കിൽ കയറി കാഞ്ഞാണിയിലെത്തി ഓട്ടോ വിളിച്ച് ആടുകളെ ഒളരിയിലെ വീട്ടിലെത്തിച്ചു. 4-ന് പുലർച്ചെ 3 മണിക്കാണ് ചേറ്റിപ്പുഴ ഗാന്ധിനഗറിലുള്ള ചക്കാടത്ത് മണിയുടെ വീടിന്റെ ഗേറ്റിൽ കെട്ടിയിട്ടിരുന്ന നായയെ മോഷ്ടിക്കുന്നത്. 7-ന് പുലർച്ചെയാണ് അർനാട്ടുകര ലാലൂരിലുള്ള മേനാച്ചേരി വീട്ടിൽ പോളിന്റെ വീട്ടിൽ നിന്നും അടുത്ത ജംന പ്യാരിയെ മോഷ്ടിക്കുന്നത്. പകൽ സമയം ബൈക്കിൽ കറങ്ങി നടന്നാണ് ഇയാൾ വീടുകൾ കണ്ടെത്തുന്നത്. ആടുകളുടെ കച്ചവടമുള്ള ഇയാൾ ആടിനെ വിറ്റ ശേഷം കുറച്ചുനാൾ കഴിഞ്ഞ് എത്തി മോഷ്ടിക്കുന്നതാണ് രീതിയെന്ന് പോലീസ് പറഞ്ഞു. TCV അന്തിക്കാട്. വാഴപ്പിണ്ടി സമരം നടത്തിയത് സാംസ്കാരിക നിരക്ഷരായിരുന്നുവെന്നും അവരോട് സഹതാപം മാത്രമേയുള്ളൂവെന്നും സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ. കേരള സാഹിത്യ അക്കാദമിയുടെ 62-ാം വാർഷികാഘോഷത്തിന്റെ സമാപനത്തോടനുബന്ധിച്ചുള്ള പുരസ്കാര സമർപ്പണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഗീയതയ്ക്കെതിരെ സംസാരിച്ചതിന്റെ പേരിൽ 2 തവണ കുരീപ്പുഴ ശ്രീകുമാറിനെ ആക്രമിച്ചവരും KR മീരയ്ക്കെതിരെ ആഭാസ സംബോധന നടത്തിയവരും പ്രബുദ്ധ കേരളം എന്ന വാക്ക് ഓർമ്മിക്കണമെന്നും വൈശാഖൻ പറഞ്ഞു. രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ മൈക്ക് വെച്ചുകെട്ടി പ്രതിഷേധിക്കണമെന്ന് പറയുന്നതിൽ കാര്യമില്ല. മൗനം കൊണ്ടുള്ള മഹാപ്രതിഷേധങ്ങളാണ് എഴുത്തുകാർ നടത്തുന്നതെന്നും വൈശാഖൻ കൂട്ടിച്ചേർത്തു. മൗനം കൊണ്ടുള്ള മഹാപ്രതിഷേധങ്ങളാണ് എഴുത്തുകാർ സൃഷ്ടിക്കുന്നത്. കിരാതന്മാരെ, നിങ്ങൾ അധികാരത്തിന് വേണ്ടിയും സമ്പത്തിന് വേണ്ടിയും പടപൊരുതി ചോരയൊഴുക്കുമ്പോൾ ഞങ്ങളെല്ലാം വിലപിക്കുകയാണുള്ളിൽ, ഞങ്ങളുടെ കണ്ണീർ ഉള്ളിലേക്ക് ഒഴുകുകയാണ് എന്നാണ് ഓരോ എഴുത്തുകാരും പറയുന്നത്. സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഖദീജ മുംതാസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഡോക്ടർ KP മോഹനൻ, നിർവാഹക സമിതി അംഗം EP രാജഗോപാൽ, ആലങ്കോട് ലീലാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പുരസ്കാര ജേതാക്കൾക്ക് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ പുരസ്കാര സമർപ്പണം നടത്തി. പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നതിനാൽ ഇത്തവണ ആശങ്കയില്ലെന്ന് ഇന്നസെന്റ് MP. CPM കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം കമ്മിറ്റി മാളയിൽ സംഘടിപ്പിച്ച വനിതാ പാർലമെന്റിൽ സംസാരിക്കുകയായിരുന്നു MP. പേരിനൊപ്പം സഖാവ് കൂട്ടിച്ചേർത്ത് വിളിക്കുമ്പോൾ സന്തോഷമുണ്ടെന്നും ഇന്നസെന്റ് കൂട്ടിച്ചേർത്തു. വിവിധ മേഖലകളിൽ പുരസ്കാരം ലഭിച്ച വനിതകളെ MP ആദരിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KP സുമതി വനിതാ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം TC ഭാനുമതി അധ്യക്ഷത വഹിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം K ചന്ദ്രൻപിള്ള, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ്, മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് KR വിജയ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ് പുതുക്കാട് മണ്ഡലത്തിൽ പ്രചാരണം ആരംഭിച്ചു. ആമ്പലൂരിൽ നടന്ന AIYF കൺവെൻഷനിലും തലൂരിൽ നടന്ന മഹിളാ അസോസിയേഷൻ പാർലമെന്റിലുമാണ് സ്ഥാനാർത്ഥി സന്ദർശനം നടത്തിയത്. മറ്റൊരു ഇടവേള. നിൻ സ്നേഹം ഞാനെന്നും പറയാതറിഞ്ഞതും ഉള്ളം പോലും വാചാലമാകും ഈ നിമിഷം. ഇത് അച്ഛന്റെ സെലക്ഷനാണ്.
ഓരോ ദിവസവും 1000 ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങുന്നു. ജോസ് ആലൂക്കാസ്, ജ്വല്ലറി ഫോർ എവറി ജനറേഷൻ. TCV ന്യൂസ് ക്യാമ്പയിൻ കത്തുന്ന സൂര്യൻ ഉരുകുന്ന ഭൂമി. കതിരിട്ട നെൽച്ചെടികൾക്കൊപ്പം മനസ്സും കരഞ്ഞ കർഷകർ ഒരിറ്റ് വെള്ളത്തിനായി 1.5 മാസം യാചിച്ചു. പക്ഷേ അധികൃതർ കേട്ട ഭാവം നടിച്ചില്ലെന്ന് ആക്ഷേപം. മാള പഞ്ചായത്തിലെ അഷ്ടമിച്ചിറ പാണ്ടിപ്പാടം മാങ്കുഴിപ്പാടം പാടശേഖരത്തിലാണ് കർഷകരുടെ കണ്ണീർ നനവ് മാത്രം അവശേഷിക്കുന്നത്. കഴിഞ്ഞ 1.5 മാസമായി ഇവിടുത്തെ കർഷകരുടെ കണ്ണീരിന് വില കൽപ്പിച്ചിരുന്നെങ്കിൽ ഈ നെൽവയൽ വിളനിലമാകുമായിരുന്നു. 1.5 മാസത്തിനിടയിൽ ഒരു ദിവസമെങ്കിലും വെള്ളത്തിന്റെ സാന്നിധ്യം ലഭിച്ചിരുന്നെങ്കിൽ ഈ നെൽച്ചെടികൾ കതിരിൽ ഉണങ്ങുമായിരുന്നില്ല. പാതി മരിച്ച നെൽച്ചെടികൾ വൈക്കോലിന് പോലും ലഭിക്കാത്ത നിലയിലാണ്. 10 ഏക്കർ വരുന്ന ഭാഗം പൂർണ്ണമായി കത്തിക്കരിഞ്ഞ നിലയിലാണ്. കട്ടകീറിയ വയലിൽ ചെടികൾ പാതി കതിർ വന്ന നിലയിൽ ഉണങ്ങി നിൽക്കുന്ന കാഴ്ച വേദന പകരുന്നു. പ്രളയത്തിൽ മുങ്ങിയ പാടശേഖരത്തിൽ വന്നു ചേർന്ന വളക്കൂറുള്ള മണ്ണിൽ മികച്ച വളർച്ച നേടിയ നെൽച്ചെടികളാണ് കതിരിട്ട പ്രായത്തിൽ പൊലിഞ്ഞത്. പ്രളയത്തിൽ കയറിക്കിടന്ന വെള്ളം ഒഴിയാതിരുന്നപ്പോൾ വൈകിയാണ് ഇവർക്ക് കൃഷി ഇറക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടുകൂടിയാണ് വെള്ളമില്ലാത്ത അവസ്ഥയിൽ കൃഷി ഉണങ്ങുമെന്ന നില വന്നതെന്നും ജലസേചന വകുപ്പ് വെള്ളം ലഭ്യമാക്കുമെന്ന് വിശ്വസിച്ചാണ് കൃഷി ഇറക്കിയതെന്നും കർഷകനായ PR പ്രതീഷ് പറഞ്ഞു. പ്രളയം വന്ന് മുങ്ങിപ്പോയപ്പോൾ വന്നടിഞ്ഞ എക്കല് മൂലം നല്ലവണ്ണം കടപിടുത്തവും കതിര് ഉണ്ടായതാണ്. പക്ഷെ ഈ നല്ല വേണ്ടുന്ന അവസരത്തിൽ വെള്ളം കിട്ടാതെ വന്ന് ഒന്നും പറ്റാതെ നശിച്ചു പോണ് ഉണ്ടായി. തുമ്പൂർമൊഴി വലതുകര കനാലിൽ ഇത്തവണയും പതിവ് പോലെ വെള്ളമെത്തിയില്ല. ചില വർഷങ്ങളിൽ 1-2 തവണ വെള്ളം വന്നാലായി എന്ന അവസ്ഥയിലാണ്. ഈ കനാലിൽ നിന്ന് വെള്ളം കൊണ്ടുപോകാൻ അഷ്ടമിച്ചിറ ഭാഗത്ത് ഔദ്യോഗിക ചാലുകൾ ഇല്ലാത്ത നിലയിലാണ്. മാസത്തിൽ 2 തവണയെങ്കിലും വെള്ളം തുറന്നുവിട്ടാൽ മതിയെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. സമ്പാളൂർ ജലസേചന പദ്ധതിയിൽ നിന്നുള്ള വെള്ളം ലഭിക്കുമെന്ന വിശ്വാസവും ഇവിടുത്തെ കർഷകരെ ചതിച്ചു. പുളിയലക്കുന്നിലെ സ്റ്റേഷനിൽ നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളം അഷ്ടമിച്ചിറയുടെ ഒരു ഭാഗത്ത് പോലും കൃത്യമായി ലഭിക്കാത്ത അവസ്ഥയിലാണ്. മാളചാലിൽ അവസാനിക്കുന്ന തുമ്പൂർമൊഴി വലതുകര കനാലിലൂടെ മാസത്തിൽ 2 തവണയെങ്കിലും വെള്ളം എത്തിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. എല്ലാ വേനൽക്കാലത്തും പതിവ് ന്യായങ്ങൾ നിരത്തി അധികൃതർ കൈമലർത്തുമ്പോൾ കർഷകരുടെ മനസ്സ് കാർഷിക വിളകൾക്കൊപ്പം കരിഞ്ഞുണങ്ങുന്നത് ബന്ധപ്പെട്ടവർ കണ്ണു തുറന്നൊന്ന് കാണാനെങ്കിലും തയ്യാറാകേണ്ടിയിരിക്കുന്നു. TCV മാള. പൊരിയുന്ന വേനലിൽ വലയുന്ന പക്ഷി മൃഗാദികൾക്ക് തേക്കിൻകാട് മൈതാനിയിൽ ദാഹജലമൊരുക്കി ജില്ലാ ഭരണകൂടം മാതൃകയായി. ജില്ലാ കളക്ടർ TV അനുപമയുടെ നേതൃത്വത്തിലുള്ള വളണ്ടിയർ സേനയാണ് തേക്കിൻകാട് മൈതാനിയിൽ പക്ഷി മൃഗാദികൾക്കായി ദാഹജലമൊരുക്കിയത്. തുറന്ന ടാങ്കുകളിൽ വെള്ളം നിറച്ചും ചെറിയ മൺചട്ടികളിൽ വെള്ളം നിറച്ച് മരങ്ങളിൽ തൂക്കിയിട്ടുമാണ് പക്ഷി മൃഗാദികൾക്കായി ദാഹജലമൊരുക്കിയത്. കളക്ടർ TV അനുപമ, അസിസ്റ്റന്റ് കളക്ടർ പ്രേമാനന്ദ കൃഷ്ണൻ, ഫയർ സ്റ്റേഷൻ ഓഫീസർ AL ലാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മറ്റു വാർത്തകളിലേക്ക്. തിരുവത്ര കോട്ടപ്പുറത്ത് വീട് കയറിയ അമ്മയെയും മകനെയും ആക്രമിച്ച കേസിൽ 3 പേരെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവത്ര കോട്ടപ്പുറം സ്വദേശികളായ കുന്നത്ത് നൌഷാദ്, തൊണ്ടൻപിരി മുഹമ്മദ് റാഫി, ചാലിൽ മുഹമ്മദ് ഷഫീഖ് എന്നിവരെയാണ് ചാവക്കാട് SI-മാരായ ശശീന്ദ്രൻ മേലയിൽ, നവീൻ ഷാജ്, A. അബ്ദുൽ ഹക്കീം എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് തിരുവത്ര കോട്ടപ്പുറം ഫിഷറീസ് സ്കൂളിന് സമീപം 3-അംഗ സംഘം വീട് കയറി അമ്മയെയും മകനെയും ആക്രമിച്ചത്. മാടമ്പി ഗോപിയുടെ ഭാര്യ രാധ, മകൻ പ്രസാദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കുഴൂർ സർക്കാർ സ്കൂളിൽ കണക്ക് പിഴയ്ക്കാതിരിക്കാൻ സരസു ടീച്ചറുടെ ആശയത്തിലൂടെ 12ാം വർഷവും രാത്രികാല ക്ലാസ്. 2008 മുതലാണ് കുഴൂർ സർക്കാർ സ്കൂളിൽ SSLC വിദ്യാർത്ഥികൾക്കായി ഗണിതശാസ്ത്രത്തിൽ അധിക പരിശീലനം നൽകുന്നത്. അതിലാണ് ഈ ട്രിപ്ലറ്റ്സിന്റെ ആവശ്യം വരുന്നത്. ഇത് നമുക്ക് 4 എന്ന് തന്നു, ഇത് 5 എന്ന് തന്നു, ഇതിന്റെ ആരം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ പറയാൻ പറ്റണം എങ്ങനെയാ. ഗണിതശാസ്ത്രത്തെ ഇഷ്ടവിഷയമാക്കി മാറ്റുന്ന തരത്തിലുള്ള പഠന രീതിയാണ് ഈ അധ്യാപിക പിന്തുടരുന്നത്. 2004-ൽ വിദ്യാലയത്തിൽ സരസു ടീച്ചർ വരുമ്പോൾ കണക്കിൽ പിഴയ്ക്കാത്തവർ കുറവായിരുന്നു. വിജയശതമാനം 60-ൽ താഴെ നിൽക്കുന്നതിൽ വില്ലൻ വിഷയം കണക്കായിരുന്നു. ഈ തിരിച്ചറിവിൽ നിന്നാണ് സരസു ടീച്ചറുടെ ആശയം പ്രാവർത്തികമായത്. ഇത്തരത്തിൽ രാത്രികാല പ്രത്യേക ക്ലാസ് തുടങ്ങിയതോടെ കണക്കിൽ ആരും പരാജയം രുചിക്കേണ്ടി വന്നിട്ടില്ല. പിന്നീട് വിദ്യാലയത്തിലെ ഒരു വിദ്യാർത്ഥിക്കും കണക്കൊരു ബാലികേറ മലയല്ലെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. 2017-ലെ SSLC പരീക്ഷയിൽ സംസ്ഥാനമൊട്ടാകെ ഗണിതശാസ്ത്രം കടുകട്ടിയായപ്പോൾ സരസു ടീച്ചറുടെ കുട്ടികൾ പുഷ്പം പോലെ വിജയിച്ചു കയറി. വെറുതെ കഷ്ടിച്ച് വിജയിക്കുന്നതിനപ്പുറം എല്ലാവരും C ഗ്രേഡിനപ്പുറത്തേക്ക് കടക്കുകയായിരുന്നു.
ഇത്തവണ 33 കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത്. സ്കൂൾ വിട്ട് വീട്ടിൽ പോയ ശേഷം വൈകിട്ട് 6:30 രക്ഷിതാക്കൾക്കൊപ്പമാണ് കുട്ടികൾ തിരിച്ചെത്തുന്നത്. രാത്രി 9 വരെയാണ് ക്ലാസ്. ഞങ്ങൾ രാത്രി പഠന ക്ലാസ് ആരംഭിച്ചിട്ട് ഇത് 12ാം വർഷമാണ്. ഈ ക്ലാസ് മൂലം ഇവിടുത്തെ കുട്ടികൾക്ക് മികച്ച ഗ്രേഡോടെ SSLCയിൽ വിജയം കൈവരിക്കാൻ പറ്റുന്നുണ്ട്. ആർക്കും തന്നെ ഏറ്റവും താഴെയുള്ള D+ ഗ്രേഡ് കിട്ടാറില്ല. അതിനു മുകളിൽ C+ന് മുതലുള്ള ഗ്രേഡാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് കിട്ടാറുള്ളത്. ഗണിതശാസ്ത്രത്തെ രസകരമായി കൈകാര്യം ചെയ്യാനുള്ള കുറുക്കുവഴികളും സരസ്വ ടീച്ചർ കുട്ടികൾക്ക് പകർന്നു നൽകും. SMDC, PTA, MPTA എന്നിവയുടെ സഹകരണത്തോടെയാണ് രാത്രികാല ക്ലാസ് സംഘടിപ്പിക്കുന്നത്. ക്ലാസ്സിലെത്തുന്ന കുട്ടികൾക്ക് ഇവർ ഭക്ഷണവും നൽകിയാണ് തിരിച്ചുവിടുക. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് നിർമ്മൽ C. പാത്താടൻ ക്ലാസ് സന്ദർശിച്ച് സന്ദേശം നൽകി. കുഴൂർ സ്വദേശിയായ സരസ്വ ടീച്ചർ ഇതേ സ്കൂളിലെ മുൻ അധ്യാപകനായ വാഴൂർ വിജയന്റെ ഭാര്യയാണ്. ഗണിതശാസ്ത്രത്തിലെ പ്രദർശനത്തിൽ ദേശീയ അംഗീകാരം വരെ നേടിയിട്ടുള്ള സരസ്വ ടീച്ചർ തന്റെ കുട്ടികൾക്ക് കണക്കിൽ പിഴയ്ക്കാതിരിക്കാനുള്ള ജാഗ്രതയിലാണ്. TCV മാള. മദ്യപിച്ച് സ്വകാര്യ ബസ് ഓടിച്ച ഡ്രൈവറെ മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തു. ചേലക്കോട് സ്വദേശി പഴയ കോളനി വീട്ടിൽ ദിലീപാണ് അറസ്റ്റിലായത്. സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയും അപകടങ്ങളും വർദ്ധിച്ച സാഹചര്യത്തിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ഇയാളെ പിടികൂടിയത്. ഒരു ഇടവേള കൂടി. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. ഇശൈമണി തൃശൂർ ആർ വൈദ്യനാഥ ഭാഗവതരുടെ 3ാമത് അനുസ്മരണ സമ്മേളനവും സംഗീത പുരസ്കാര സമർപ്പണവും തൃശൂർ മോഡൽ ബോയ്സ് സ്കൂളിൽ നടന്നു. പുറനാട്ടുകര ശ്രീരാമകൃഷ്ണാശ്രമം മഠാധിപൻ സദ്ഭവാനന്ദ സ്വാമി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി പ്രൊഫസർ മാധവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. CV പത്മനാഭൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ചേതന ഡയറക്ടർ ഫാദർ പോൾ പൂവത്തിങ്കൽ, പത്മശ്രീ TA സുന്ദർമേനോൻ, C രമാദേവി തുടങ്ങിയവർ സംസാരിച്ചു. ഈ വർഷത്തെ ആർ വൈദ്യനാഥ ഭാഗവതർ സ്മാരക സംഗീത പുരസ്കാരം മൃദംഗ വിദ്വാൻ KMS മണിക്ക് സമർപ്പിച്ചു. കേരള കലാമണ്ഡലത്തിൽ നിന്ന് മൃദംഗത്തിൽ ഡോക്ടറേറ്റ് ലഭിച്ച മൃദംഗ വിദ്വാൻ K ജയകൃഷ്ണനെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് സംഗീത കച്ചേരി അരങ്ങേറി. തൃശൂർ കഥകളി ക്ലബിന്റെ 54ാം വാർഷികാഘോഷവും ഡോക്ടർ KN പിഷാരൂടി സ്മാരക സുവർണമുദ്ര സമർപ്പണവും നടന്നു. തൃശൂർ സർവധർമ്മ മൈത്രി ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷം കൊച്ചി ഇൻകം ടാക്സ് കമ്മീഷണർ ഡോക്ടർ N ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് ഏർപ്പെടുത്തിയിട്ടുള്ള ഡോക്ടർ KN പിഷാരൂടി സ്മാരക സുവർണമുദ്ര പ്രശസ്ത ചുട്ടി കോപ്പ് കലാകാരൻ കലാമണ്ഡലം രാമമോഹനന് ഡോക്ടർ PM വാര്യർ സമ്മാനിച്ചു. PK വിജയകുമാർ ബഹുമതി പത്ര സമർപ്പണം നടത്തി. ഡോക്ടർ K കൃഷ്ണ പിഷാരടി പൊന്നാടയും അണിയിച്ചു. വിദ്യാഭ്യാസ വിചക്ഷണൻ P ചിത്ര നമ്പൂതിരിപ്പാട് സോവനീർ പ്രകാശനം നിർവഹിച്ചു. കഥകളി ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK നാരായണൻ നമ്പൂതിരിപ്പാട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് കലാമണ്ഡലം ഗോപിയും സംഘവും അവതരിപ്പിച്ച നളചരിതം 2ാം ദിവസം കഥകളിയും അരങ്ങേറി. BSF പേഴ്സണൽ വെൽഫെയർ അസോസിയേഷന്റെ ജില്ലാ യോഗം തൃശൂരിൽ നടന്നു. സെന്റ് തോമസ് കോളേജ് ഹാളിൽ നടന്ന യോഗത്തിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് കുറ്റീരി അസീസ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് MRK മേനോൻ, ജില്ലാ സെക്രട്ടറി E നന്ദകുമാരൻ, KR മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ജവാന്മാരെയും രാജ്യത്തിനുവേണ്ടി വീരമൃത്യു വരിച്ച മറ്റ് സൈനികരെയും ചടങ്ങിൽ അനുസ്മരിച്ചു. കൊടുംവേനലിൽ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുന്ന ജനത്തിന് ആശ്രയമായി തമിഴ്നാട് ബോർവെൽസിന്റെ സേവനം തൃശൂരിൽ തുടരുന്നു. പ്രകൃതിയുടെ നിലനിൽപ്പിന് അനുയോജ്യമായ രീതിയിൽ കിണറിനുള്ളിൽ കുഴൽക്കിണർ നിർമ്മിച്ചു നൽകുന്ന അപൂർവ സേവനം നൽകുന്ന സ്ഥാപനം എന്ന പേരും തമിഴ്നാട് ബോർവെൽസ് നിലനിർത്തുന്നു. അനേക വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച കുഴൽക്കിണറുകൾ പോലും ശുദ്ധീകരിച്ചും ആവശ്യമെങ്കിൽ ആഴം കൂട്ടിയും വീണ്ടും ഉപയോഗയോഗ്യമാക്കി തീർക്കുന്നതിൽ അതീവ ശ്രദ്ധയും പ്രവർത്തന മികവും കാണിക്കുന്ന തമിഴ്നാട് ബോർവെൽസ് പൊതുജനത്തെ ജലസമൃദ്ധിയിലേക്ക് നയിക്കുന്നതോടൊപ്പം പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൽ എന്നും പ്രശംസിക്കപ്പെടുന്ന സേവനമാണ് കാഴ്ചവെക്കുന്നത്. മണിക്കൂറുകൾക്കുള്ളിൽ മണൽ പ്രദേശത്ത് പോലും കുഴൽക്കിണർ കുഴിക്കുവാനുള്ള സാങ്കേതിക വിദ്യയും അനുഭവ സമ്പന്നരും അർപ്പണബോധവുമുള്ള തൊഴിലാളികളുടെ പ്രവർത്തനവും തമിഴ്നാട് ബോർവെൽസിനെ തൃശൂരിലെ ഒരു വേറിട്ട സ്ഥാപനമാക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 7 ഘട്ടങ്ങളിലായി നടത്തും. ഏപ്രിൽ 23 കേരളത്തിൽ വോട്ടെടുപ്പ്. ഫലപ്രഖ്യാപനം മെയ് 23.
LDF ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷന് ജില്ലയിൽ തിങ്കളാഴ്ച തുടക്കമാകും. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് രമേശ് ചെന്നിത്തല. 5-അംഗ അന്തർ സംസ്ഥാന ലോറി മോഷണ സംഘം ഒല്ലൂരിൽ പിടിയിൽ. അറസ്റ്റിലായത് കുപ്രസിദ്ധ വാഹനമോഷ്ടാവ് അബ്ദുൾ സലാമും സംഘവും. വളർത്തുമൃഗങ്ങളെ മോഷ്ടിച്ച് വിൽപ്പന നടത്തുന്നയാളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മാള പഞ്ചായത്തിലെ പാടശേഖരങ്ങളിൽ കതിരിട്ട നെൽച്ചെടികൾ കരിഞ്ഞുണങ്ങി. ജലസേചന പദ്ധതികൾ വഴി വെള്ളം ലഭിക്കാത്തതാണ് കർഷകരെ കണ്ണീരിലാഴ്ത്തിയത്. വാഴപ്പിണ്ടി സമരം നടത്തിയത് സാംസ്കാരിക നിരക്ഷരായിരുന്നുവെന്ന് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ. മൗനം കൊണ്ടുള്ള മഹാപ്രതിഷേധങ്ങളാണ് എഴുത്തുകാർ നടത്തുന്നതെന്നും വൈശാഖൻ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് TCV ഓൺലൈൻ സന്ദർശിക്കും. നമസ്കാരം.